അങ്ങനെ താമരക്കുളത്തിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ കവിളിൽ മുട്ടായി ഉണ്ട്, മുട്ടായി ഉണ്ട്. പൗഡറൊക്കെ കൂടിപ്പോയി തോന്നുന്നു. അതല്ലേ ചോബായ് ഉണ്ടോ. അങ്ങനെ ഞങ്ങൾ താമരക്കുളത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാനാണെങ്കിൽ കാണിക്കാം. പോയേനെ ഈ വാട്സ് കൊണ്ട് അധികം തോന്നരുതല്ലോ അമ്മ. അതെ എപ്പോഴും അത് രോഗം. എന്താണ് ഗായ്സ്, അപ്പം ഞങ്ങൾ താമരക്കുളം കാണാൻ വേണ്ടിട്ട് പോകുന്നതാണ് ഗായ്സ്. അമ്മ ലച്ചു എന്താണ് വീട്ടിലെ വീഡിയോ കാണുകയാണ് ഗായ്സ്. അപ്പം നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. കണ്ടോ. അപ്പൊ കുഞ്ഞേട്ടൻ എങ്ങോട്ടാ പോന്നെ? എടുത്തിട്ടില്ലല്ലോ. എവിടെ പോവാനാ? എടുത്തിട്ട് വാ, ഇനി തിരിച്ചു വരണ്ട. അല്ല തിരുപ്പം വരും ഒരു 7 മണിയാകുമ്പോ. അപ്പൊ ഇന്ന് പോകുന്ന സമയത്ത് ഒരാളും കൂടി ഉണ്ട് ഗായ്സ്. ആളെ ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ എന്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല വോയിസ്. നമ്മളൊരു വ്യക്തിനെ കാണുമ്പോ നമ്മൾ അറിയുന്ന ആൾ കാണുമ്പോ ഇപ്പൊ വരെ ഇവിടം വരാന്ന് പറഞ്ഞാൽ തീർന്ന് വേറും നോക്കണ്ട. ഇവിടെയാണ് ഞാൻ 28 പേര് മരിച്ച കുളമാണ്. 28 പേര് അവിടെ നിന്ന് എടുക്കുക മരിച്ച ചെറിയാണ് ഇത്. ഇതാണ് കേട്ടോ 28 പേര്. നോക്കട്ടെ, 28 പേര് വലിയ ചെറിയാണ്. ഇത് ചെറുത്, അതിന്റെ അപ്പുറം ഇത് ചെറുത്, അതിന്റെ അപ്പുറത്തുണ്ട് വലിയ ചെറിയാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല, കാറിൽ പോന്നോണ്ട്. ഒത്തിരി പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ അല്ലേ? പക്ഷെ ആ ചെറ കാണാൻ പറ്റിയില്ല കേട്ടോ. ചെറ നമുക്ക് അവിടുന്ന് കാണാം. ഇതിലൊരു കാണില്ല, അവിടുന്ന് കാണാം. അതെ അതെ, അത് അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടില്. ഇത് ചിറക്കിൽ ചിറക്കില്ലല്ലേ പോകുന്നത്. ക്ഷേത്രം അടുത്താണ്. ഇതാ കാണിച്ചത്. അതാണ് അല്ലേ ചിറക്കിൽ. ഇതാണ് കേട്ടോ ക്ഷേത്രത്തിന് മുന്നിലുള്ളതല്ലേ? മുന്നിലല്ല, അത് ഇത് ഒന്നിനും ഉപയോഗിക്കില്ല. ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് ക്ഷേത്രത്തില്. നമ്മള് വിഗ്രഹമൊക്കെ മുക്കുന്ന കുളമാണ് ഇത്. ഇതോ? ഇതല്ലേ ചിറക്കൽ അമ്പലം, ചിറക്കൽ ക്ഷേത്രം. അതാണ്ട് ആ ചെറിയൊരു ഭാഗം. നമുക്ക് വരുമ്പോ എന്തായാലും രാത്രിയായി പോകും. അതാണോ ആ കാണുന്നതാണ് കേട്ടോ. അമ്പലം എടുത്തായിരുന്നു. ഫ്രണ്ട് ഇങ്ങോട്ടാണ്. ആ അതാ ബോർഡ് പിടിച്ചോ? ഇതാണ് ഫ്രണ്ട് ഭാഗം അല്ലേ? ആ കണ്ടു. ഇവിടെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ. ആൽമരം ഉണ്ട്. നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാനും. കെട്ടുകാള ഉത്സവം ഉണ്ട് അല്ലേ? നമ്മളവിടത്തെ പോലെ തെയ്യമല്ല. ചെറുക്കൽ കെട്ടുകാള ഉത്സവം. ഇവിടെ എല്ലാ അമ്പലങ്ങളും കെട്ടുകാളയാന്ന് തോന്നുന്നു അല്ലടാ? അതെ. ഇവിടെ അടുത്തടുത്ത് ഫുള്ള് അമ്പലാണ് ഗൈസ്. കുടുംബക്ഷേത്ര ആ ക്ഷേത്രങ്ങളുണ്ട്. അടുത്ത അമ്പലാണ്. 7 പ്രാവശ്യം തെച്ചി അട്ടിക്ക് പോയിട്ടില്ല.
ഒരു പ്രാവശ്യം പോലും അവളും പോയിട്ടില്ല എന്നാണ് കേട്ടോ പോയിട്ടുണ്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ഉത്സവത്തിന്. അല്ലാണ്ട് ഒറ്റയ്ക്കായിട്ട് ഞാൻ പോയിട്ടില്ല. നമുക്ക് സമയമില്ലല്ലോ. പെയിന്റ് അടിക്കാൻ ആ ചേട്ടന് വേണമെങ്കിൽ മറ്റേ ബോർഡിൽ എഴുതിക്കാനാണെങ്കിൽ അത് പറ്റും കേട്ടോ. സെറ്റാട്ടോ. ഗൈസ് ഞങ്ങളൊരു സാധനം, ഒരു പൂ കാണിച്ചാൽ സാധനമല്ല കേട്ടോ, സോറി. കാണിച്ചാലേട്ടാ, കാണിക്കാട്ടോ. എന്തടേ ഇത്? മരുന്ന് വള്ളി കേട്ടോ, കാണിച്ചാ. ഇവിടെ ഒരു വീടുണ്ട്, പക്ഷെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. എന്ത് രസാ കാണാനായിട്ട്. ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴോടി പിന്നെ മൊത്തം വെള്ള കണ്ടോ കാണിക്കാട്ടോ. ഭയങ്കര സെറ്റാണ്. വേണ്ട, പക്ഷെ പൂ കുറഞ്ഞു പോയി കേട്ടോ. അത് പൂ വന്നപ്പോൾ നല്ല പൂ ഉണ്ടായിരുന്നോ? പക്ഷെ നല്ല അടിപൊളി സ്ഥലമാട്ടോ. സ്ഥലം മാത്രമല്ല, പൂ കാണാൻ നല്ല ഭംഗി. ഞാൻ ബാക്ക് കാണിക്കാം. എടാ, ഒരു പൂ പറിച്ചിട്ടൊന്ന് നോട്ടെ, ഒന്ന് കാണിക്ക്. കണ്ടിട്ടേ പറിക്കാൻ തോന്നുന്നു. ഒത്തിരി ഉണ്ടോ? 2-3 എന്തോ ഇതിന്റെ പേരെന്താ? കുളവാഴയോ? അടിപൊളി. അടിപൊളി, നല്ല അടിപൊളി കേട്ടാ. എടാ, ഇതല്ലേ നമ്മള് ഗപ്പീനൊക്കെ ഇടുന്ന അല്ലേ? ആ, ഗപ്പീനൊക്കെ അതില്. പക്ഷെ ഇതിന് ഇത്രയും പൂവ് ആദ്യമായിട്ട് ഞാനിങ്ങനെ കാണുന്ന കേട്ടോ. ഇവിടെ ഇത് തന്നെയാണ് കേട്ടോ കൂടുതൽ ഉള്ളത്. നല്ല ഭംഗിയുണ്ട്. മാനുവലി പോയി പറഞ്ഞോ? അപ്പൊ നമുക്ക് പോവാ അല്ലേ? ശരിക്കും മയിൽപ്പീലി പോലെ ഇരിക്കുന്നു. മയിൽപ്പീലി അല്ലേ? ശരിക്കും മയിൽപ്പീലി ഉണ്ടോ? അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മൾ വന്ന സ്ഥലം ഇതൊന്നും അല്ല കേട്ടോ. ഇതൊന്നുമല്ല, പക്ഷെ എന്താണ്, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിയാ, വെള്ളം ഇരിക്കും അല്ലേ? നമ്മളവിടെ ചുമലയുള്ളത്. പക്ഷെ ഇവിടെ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്താ പറയാ, അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി, സൂപ്പർ അല്ലേ? അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. രസല്ലേ? ഇതിന്റെ ചുമല നമ്മളെടുത്തുള്ളത്. കണ്ടോ നമ്മള്? അതാണ്ടോ എന്ത് ഭംഗിയാ നോക്ക്. നമ്മൾ അവിടെയാ കാഴ്ച പോകുന്നത്. എവിടെ? അത് പറഞ്ഞില്ലല്ലോ. ആണോ? ഇവിടെ കാണിച്ചുതരാം. നമ്മള് അങ്ങ് അവിടെയാണ് പോകുന്നത്. അത് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ അവിടെയാണ് വല വീശിക്കൊണ്ടിരിക്കുന്നില്ല ആൾക്കാര്. അവിടെ 2-3 പേര് നിൽക്കില്ലേ അവിടെ? പക്ഷെ കാണുന്നില്ല കേട്ടാ. ഇവിടെ ഒരു സൈസ് കൊക്കിനെ കാണണം. എന്താടാ? വെറൈറ്റി ദേശാടന പക്ഷികളൊക്കെ ഉണ്ട് ആണോ? പാടത്ത്. അതല്ലേ, ഒരുപാട് വെറൈറ്റി ആയിട്ട് ഞാന് ഇപ്പൊ ഒരു കൊക്കിനെ കണ്ടില്ല. നമ്മള് അവിടെ ഒന്നും ഇല്ലല്ലോ. അതെ വയനാട്ടിൽ അങ്ങനെ. ഇവിടെ പ്രത്യേക തരം കൊക്കാണ്. അതെ അപ്പൊ അങ്ങനെയാണ്. നമ്മൾ ഇതിലാണ് പോകേണ്ടത്, പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഇവിടെ കുറച്ച് വെയിലൊക്കെ താണ്ടി. അതെ, അവിടെ നല്ല വെയിലാണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്യാ, നമുക്ക് വേറൊരു സ്ഥലം നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് അവിടത്തേക്ക് പോകാം കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് അവരൊക്കെ നടന്നു പോകുന്നത് പിള്ളേര്. അതെ അല്ലേ? അവിടെ അത്ര അടിപൊളി സ്ഥലാ. അപ്പുറത്തെ ഇപ്പുറത്ത് നല്ല അതെ അല്ലേ?
ഈ തുറന്ന പുഞ്ചപ്പാടം എന്ന് വെച്ചാ വയല് ചെറ വെള്ളക്കെട്ടൊക്കെ കാണുന്ന അതല്ല ചില ഏരിയയിൽ മാത്രമാണ് ഇവര് വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ട് ഭയങ്കര ആണല്ലേ. ചില സ്ഥലത്ത് നല്ല സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇവിടെ ഇവിടെ അല്ലേ ചേട്ടാ നമ്മളന്ന് പറഞ്ഞത്. പോലീസ് ചെക്കിങ്. പോലീസായിട്ട് വായിലൊക്കെ മൊത്തം വെറ്റില്ല ലിപ്റ്റിക്കിട്ട് പോലുണ്ട്. ഇവിടെ നമ്മള് വല വീശാൻ വരുന്നല്ലേ. മീൻ കിട്ടും. ആ സ്ഥലമാണ് ഇത്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുവല്ലേ ഇവിടെ അവര്. പക്ഷെ ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ പഞ്ചസാര. നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. ഇതാ ഒരു ചേട്ടൻ ചൂണ്ടയിടാണ് കേട്ടോ. ചൂണ്ടയിടും. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കാണിച്ചു കൊടുക്കും. വണ്ടിന്നല്ല ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ഥലം. രസം നോക്കാം. ഇവിടെ നിർത്ത്. അപ്പുറത്തുണ്ടല്ലോ പോ. അങ്ങ് നോക്ക് അപ്പുറത്തുണ്ടല്ലോ. അവിടെ ആ വശം നിങ്ങൾ ഇറങ്ങി പോട്ടെ കേട്ടോ. ഇവിടെ നിർത്താം. എന്താന്നറിയോ അവിടെ പിന്നെ പോലീസുകാർ വന്നു കഴിഞ്ഞാല് നമുക്കിവിടെ ഇറങ്ങി നോക്കാട്ടോ. അപ്പുറത്ത് കൂടെ ഇറങ്ങുന്നില്ല. അത് പഠിക്കല്ലേ. അന്ന് നമ്മൾ വന്നായിരുന്നു. പക്ഷെ എനിക്ക് നോക്കാൻ പറ്റണില്ല കേട്ടോ. എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താ പറയാ. അങ്ങവിടെ സ്ഥലത്തിന്റെ പേരാണ് തൊടിയൂര്. തൊടിയൂരാ? ഈ സ്ഥലത്തിന്റെ പേരാണ് തൊടിയൂര്. ഇവിടെ വല വീശാൻ വരുന്ന സ്ഥലമാണ് ഞാനൊക്കെ. അതാ വല വീശുന്ന സ്ഥലമാണ് അത്. ഇവിടെ അല്ലേ? അതാ അത് കണ്ടായിരുന്നു. അതാണ് വല വീശുന്ന സ്ഥലം. ഇവിടെയൊക്കെ വീശി കഴിഞ്ഞാൽ ഒത്തിരി വയമ്പിന് കിട്ടും. വയമ്പ് ഇപ്പൊ മീൻ കുറവായതുകൊണ്ട് ആൾക്കാർ കുറവാ വീശാന്. അതല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട. പക്ഷെ ഇവിടെ ഒത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി പറഞ്ഞാൽ ഒത്തിരി മീനൊക്കെ ഉണ്ട് ഇവിടെ നിന്നല്ലേ. 2 ബക്കറ്റ് വയമ്പനൊക്കെ പിടിക്കാം കേട്ടോ ഇവിടെ നിന്ന്. പക്ഷെ ഒത്തിരി മീനുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്താണ്. ഇവിടെ കണ്ടില്ലേ നിർത്തിയിട്ട് നമ്മള് ചൂണ്ട. അന്ന് ഇവിടെ വന്നല്ല നമ്മള്. ആ സ്ഥലം അത് ഞങ്ങളും കേട്ടോ. എത്ര മീൻ കിട്ടിയെന്നൊന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെറ്റാ. ഇന്ന് എൻ്റെ വീഡിയോയിലുണ്ടാവും കേട്ടോ ആള്. ഐസ്ക്രീം കഴിക്കാം ഗൈസ്. വെരി ഫൗള്. ഞാൻ കോണ് ചോക്കോബാർ. വല വീശാൻ ആളൊന്നുമില്ല. കുറവാ മീൻ കുറവല്ല. നമ്മൾ തിന്ന മീൻ കുറെ 200 വെച്ചാൽ എന്താണെന്നറിയാം. മറ്റേ ഈ സ്പാൻഡർ മേടിക്കണം. നിന്ന് മറന്നു. 200
അതാ കൊക്ക്, അതാ വലിയ കൊക്ക്. ഐസ്ക്രീം കഴിക്കാം കേട്ടോ. അതായത് ചോദിച്ചു ഇതൊന്ന് പൊട്ടിച്ചോ, ഇതൊന്ന് പൊട്ടിച്ച് ഏത് പൊട്ടിച്ചു കൊടുത്ത് പൊട്ടിച്ചു കൊടുക്കുന്നു. പല്ലേ ശരിയല്ല. നല്ലത്. ഇതെന്ത് കേട്ടാ വേറെ ടേസ്റ്റ്, വേറെ ഉണ്ട് ഇതിന്റെ ചോക്കോബാർ. മാങ്കോബാറുണ്ട്. അതെയോ? മാങ്കോബാറുണ്ട്, ചോക്കോബാർ. ഇതെന്താ ടേസ്റ്റ്? വ്യത്യാസമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ നേരെ ഗൈസ് എനിക്ക് പൊട്ടിച്ചേരാ പറഞ്ഞത്, പക്ഷെ ഇവര് പൊട്ടിച്ചു തരുന്നില്ല കേട്ടോ. പോരെ പൊട്ടിച്ചെന്നില്ലാന്ന് വേണ്ട കേട്ടോ, കിട്ടിയിട്ടില്ലാന്ന് വേണ്ട. കിട്ടി ചേട്ടാ, വീഡിയോ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വന്ന് ഒരു കഷ്ണം കിട്ടി. പക്ഷെ തിന്നില്ലല്ലോ. ഒരു മൊത്തം കഴിച്ചു നോക്കി. കഴിക്കുന്നു. എന്താന്ന് പേരെന്തോന്ന് ആണോ? അതെ, പോവും, താഴേക്ക് പോവും. ഒരു കവർ കിട്ടുന്നു. വയനാട്ടിൽ മാത്രമല്ല അത്രയും ഇതൊക്കെ നോക്കി വേസ്റ്റ് ഇടുന്നത് ഇവിടെ അങ്ങനെ കുഴപ്പമില്ല, നമ്മളവിടെ ഫൈന് വരും. ഇനിയിപ്പം നമ്മൾ പറഞ്ഞിടത്തേക്ക് പോവാണ് കേട്ടോ ഗൈസ്. കുഞ്ഞേട്ടൻ വണ്ടിയൊക്കെ തിരിച്ച് ഓടാണ്. ഞാൻ ഫസ്റ്റ് അപ്പുറത്ത് കയറാനാ. അമ്പട രണ്ട് പെണ്ണുങ്ങളും ഓനും കൂടി മൂന്നാളും കൂടി വന്നിട്ട് ഓനും കൂടി കാട് നോക്കിച്ചാലും അടിപൊളി ഐസ്ക്രീം അതെ അതെ അതെ. എൻജോയ് ചെയ്യുമ്പോൾ എൻജോയ് മീ ഗൈസ്. നല്ല രസമുണ്ട്. ഒരു ചൂണ്ടിടാനായിട്ട് കുറെ പേര് ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട. പോലീസ് വണ്ടി കാണാനില്ല. തിരിച്ചു അയാളവിടെ നോക്കുന്നുണ്ട്. എന്താ കളിക്കുന്നത്? എന്താ ശരിക്കും പേര് ഹെൽമെറ്റ് ഇല്ലാത്തനല്ല, കഞ്ചാവിനാണ് വിളിക്കുന്നത്. പറഞ്ഞ സ്ഥലത്തേക്ക് കേറാണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലമാണ് കേട്ടോ. ഒരു ഇടവഴിയാണ്. അതെ, ഇടവഴിയാണ്. വഴി പതുക്കെ പോണം. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങ് വരെ വണ്ടി പോകുന്ന സംശയമാണ്. നടക്കേണ്ടി വരും വെയിലും കൊണ്ട്. ശകലെ നടക്കണ്ട, കാണണം അല്ലെ, നടന്ന് കാണണം അല്ലേ. ഇതിപ്പോ എന്താ പറയാ, ഒരു വണ്ടി എനിക്ക് ഭയങ്കര
കടാമണി പാടുന്നില്ലേ ആ പഴാണോ? എന്നാ പഴമൊന്നും കാണണല്ലോ. നമ്മളെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മുന്നിൽ നിന്ന് വീഡിയോ പിടിക്കണം നമ്മള് പോകുന്ന സ്ഥലത്തോട്ട്. ഓ ഞാൻ ഇതാണ്ട് ബാക്കിൽ നിന്ന് ഞാൻ പിടിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? മുന്നിൽ വരണമെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ പോവുള്ളൂ. അല്ല അവിടെ ആ ഓക്കെ ഓക്കെ ഞാൻ മുന്നിൽ നിന്ന് പിടിക്കുക. കാണുന്നുണ്ട്. ഓ ഇത് ഇങ്ങോട്ടൊരു വണ്ടി വന്നാൽ നമുക്ക് എങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല, ബാക്കോട്ട് പോകാനേ പറ്റുള്ളൂ അല്ലേ? എച്ചൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. രാവിലെ ജിമ്മിന് പോവാണ്. എന്തിനു തള്ളാരാ? ജിമ്മിന് പോയി ഒരു പ്രാവശ്യം ഓള് എടുത്ത് പൊക്കുള്ളൂ, പിന്നെ അവിടെ കിടക്കും. നമുക്ക് അങ്ങോട്ട് പറ്റുന്ന പണി എന്തെങ്കിലും പറ. വണ്ടി പോവോ? അവിടെ പിള്ളേരുണ്ടല്ലോ ഇവിടെ പോകണ്ട. അവിടെ ചെളി പോലെ ഉണ്ട്. അവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും സ്പേസ്? അല്ല അങ്ങോട്ടില്ല. എന്നാ ഇവിടെ എവിടെയും നിർത്ത്, നമുക്ക് നടന്നു പോവാം. ഇവിടെ നിർത്താം. അതാ നല്ല. ഇത് അവിടെ സ്പേസ് ഉണ്ട്. ഞാൻ റിവേഴ്സ് എടുക്കട്ടെ കേട്ടോ. കാട്ടില് അവിടെ കേറില്ല ചേട്ടാ. അല്ല അവിടെ കേറില്ല. അങ്ങ് പോയി വണ്ടി കുടുങ്ങി പോയാലോ? അവിടെ ചെറിയൊരു കട്ടിങ് ചെളിയൊക്കെ ഉണ്ടോ? ആരിറങ്ങി? ആരിറങ്ങ? റിവേഴ്സ് എടുക്കട്ടെ. ആരിറങ്ങിയെന്നോ? അത് ഞാൻ സീറ്റ് ബെൽറ്റ് ഊരിയതുകൊണ്ടാ. ഓ അതെ സിഗ്നല് തന്നു. അതെ കുഞ്ഞേട്ടൻ പറഞ്ഞു ആരാ ബാക്കിൽ പില്ല് കണ്ടിട്ട് ചേട്ടാ. വണ്ടിക്ക് അങ്ങനത്തെ ടെക്നിക്ക് ഒക്കെ ഉണ്ടല്ലേ? ചേട്ടാ താങ്കോട്ട് പോയിട്ട് പിന്നെ അവസാനം കാലം വെള്ളമില്ല. അപ്പൊ നമ്മള് കേട്ടില്ലേ? അപ്പുറത്തോ? അപ്പുറത്ത് അതാണ്ട് ഒരു സാധനം അവള് നമ്മളീ പോകുന്ന സമയത്ത് എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നുണ്ട്. അവളത് കാണിക്കുന്നുണ്ട് കേട്ടോ. കാണിക്കാം. കണ്ടിട്ടില്ലല്ലോ നിങ്ങള്? ആരെ കാണാത്ത ആള്? എന്തോ അത് പൂടപ്പഴം. അത് ഒരെണ്ണം എന്തോ കഴിച്ചു പോയി കേട്ടോ. കണ്ടോ പഴുത്തിട്ടല്ലേ? വേറെ എടുക്കാം. അതും കഴിച്ചു. പക്ഷി കഴിക്കില്ലേ നന്നായിട്ട്? ഇതാണ് കണ്ടോ, ഇതിനും കഴിച്ചിട്ടുണ്ട്. അയ്യോ എല്ലാം പക്ഷി കഴിച്ചിട്ടോ. ഇതാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ളത് പക്ഷിയാണ് കഴിക്കുന്നത്. അതൊന്ന് ഇതാക്കി കാണിക്ക്. അതോ എന്താ ഇതാണ് അതിന്റെ അകത്തുള്ള ഇതാണ് കേട്ടോ. ഇതുണ്ട് ഏകദേശം ഒരു ഫ്രാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ. എൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അത് എന്താണെന്നറിയോ, അന്ന് ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങിയ സമയത്തില്ലേ എന്താ ഫോണ് താഴെ വീണ്. പക്ഷെ സ്ക്രീൻ ഗ്ലാസ്സേ പോയിട്ടുള്ളൂ. ഫോൺ എത്തിയ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ചേട്ടൻ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് എത്തിയിട്ട് കാണാം. നല്ല സ്ഥലം കേട്ടോ. എന്താ പറയുക, അത്യാവശ്യം നല്ല സൂപ്പർ അടിപൊളി. അടിപൊളി സ്ഥലം. നമ്മൾ ഈ സ്ഥലത്തേക്ക് വരാനായിട്ടാണ് പറഞ്ഞത്. കാണിക്കാം. അവർ പുറകിൽ വരുന്നുണ്ട്, എന്നാലും കാണിച്ചു തരാം കേട്ടോ. വെയിൽ പോത്തട്ട. എന്ത് രസം നോക്ക്. നമ്മള് പടിഞ്ഞാറത്തറ ഡാമല്ലേ കണ്ടിട്ടുള്ളൂ, അതുപോലെ തന്നെ ഒരു സ്ഥലം. എന്ത് രസം നോക്ക്. കണ്ണേ കുത്തുന്നു. മീനടിച്ചു കേട്ട്. കാണിച്ചു കൊടുക്കടി. ഫോട്ടോ ഇല്ല അതാണ്ട അവിടെ വരാല്.
ഇപ്പം എല്ലാം അങ്ങോട്ട് പണി കിട്ടി ഗായ്സ്. ഇരുന്ന് പറക്കാണ് കേട്ടാ. എന്താ അവിടെ കാല് മൊത്തം ഉണ്ടാ ഇനി പറിച്ചു കളയാണ്. ഇരുന്ന് പറിച്ചോ. അപ്പൊ ഞങ്ങള് എന്താ പറയാ, അതാ നമുക്ക് സെറ്റ് സ്ഥലം കേട്ടോ. ഒരു മിനിറ്റ് എന്താണ്ടോ ഓരോരുത്തർ സെൽഫി എടുക്കാനായിട്ടൊക്കെ കാത്തിരിക്കുകയാണ് കുഞ്ഞാട്ടൻ. അതുപോലെ തന്നെ ലച്ചോ അതാ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സെൽഫി. ഓക്കെ, തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പം സമയം എത്രയാടാ? സമയം ഒന്ന് കറക്റ്റായിട്ട് പറ. അവർ ഫോൺ നോക്കുന്നതുകൊണ്ട് സമയമൊന്നും പറഞ്ഞു തരുന്നില്ല ഗായ്സ്. 5:45. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, കാഞ്ഞിരത്തുമൂട്ടിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയില്ല. കാരണം ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കാത്തത്. കണ്ടോ, അടിപൊളി വൈബാണ് കേട്ടോ. ഇത് ചെറിയാണ് ഇവരെങ്ങനെയാണ് പറയുന്നത്. നമ്മളവിടെ വരുമ്പോഴത്തേക്കും കുളവും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ ഇത് കുളമല്ല അല്ലേ, ശരിക്കും ഇത് വയലാണ്. വയലാണ്. അപ്പോൾ മണ്ണെടുത്തിട്ട് ചിറ പോലെ, അതെ, മണ്ണെടുത്തിട്ട് ചിറ പോലെ ആയതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നല്ല വൈബാണ് കേട്ടോ അവിടെ, കണ്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ നേരെ കാഞ്ഞിരത്തുമൂട്ടിലേക്ക്. അപ്പം ഗൈസ് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.